നമസ്കാരം. റീസണബിൾ വാല്യൂഷനിൽ ലഭിക്കുന്ന ഹൈ റിസ്ക് റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട 3 സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ സ്റ്റോക്കുകൾ അവരുടെ സപ്പോർട്ട് പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ബിസിനസ് മോഡൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളായതുകൊണ്ട് വരും സമയങ്ങളിൽ കമ്പനികൾ മികച്ച ഗ്രോത്ത് കാണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് HLE ഗ്ലാസ്കോട്ട് ലിമിറ്റഡ്. 3800 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 72.9. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.6% ഉയർന്ന് 563 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. HLE ഗ്ലാസ്കോട്ട് എന്ന കമ്പനി ഫിൽട്രേഷൻ ആൻഡ് ഡ്രൈയിങ് എക്യുപ്മെൻറ്റ് സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡറാണ്. 50% മുകളിൽ മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇതുകൂടാതെ കമ്പനി ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ കമ്പനി കൂടിയാണ് HLE ഗ്ലാസ്കോട്ട്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കമ്പനിയുടെ റവന്യൂ ഇരട്ടിയായി വർദ്ധിച്ചു. പ്രത്യേകിച്ചും ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെൻറ്റ് ഡിവിഷനിൽ കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിച്ചാൽ 32% റവന്യൂ കെമിക്കൽ സെഗ്മെൻറ്റിൽ നിന്നും, 32% റവന്യൂ ഫാർമ സെഗ്മെൻറ്റിൽ നിന്നും, 15% റവന്യൂ ആഗ്രോ കെമിക്കൽ സെഗ്മെൻറ്റിൽ നിന്നും, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ നിന്നും 13% റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. ഫാർമ, കെമിക്കൽ, അഗ്രോ കെമിക്കൽ, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റുകൾക്ക് ആവശ്യമായ വിവിധ എക്യുപ്മെൻറ്റുകളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. 7ലധികം മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉള്ള കമ്പനിയാണ്. 3829 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 78. ROE 17.2, ROCE 17.9. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനിയുടെ സെയിൽസിലും പ്രോഫിറ്റിലും ഇടിവ് വന്നിരുന്നു. ഫാർമ കെമിക്കൽ സെക്ടറിലെ കമ്പനികൾ അണ്ടർ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഈ കമ്പനിയുടെ പെർഫോമൻസിലും ഇടിവ് വന്നിരിക്കുന്നത്. കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 46%, 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 59%, 5 വർഷത്തെ ROE 28%-നടുത്ത്. ഓരോ വർഷം കഴിയും തോറും കമ്പനിയുടെ സെയിൽസും റവന്യൂവും വർദ്ധിച്ചു വരുന്നുണ്ട്. 15%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. പ്രൊമോട്ടേഴ്സിന് 70% സ്റ്റേക്ക് ഹോൾഡിങ്ങും, FISന് 4% സ്റ്റേക്ക് ഹോൾഡിങ്ങും, DISന് 0.5% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. 315 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയിൽ 238 കോടി രൂപയുടെ കടമുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. HLE ഗ്ലാസ്കോട്ട് എന്ന കമ്പനി 1500 എന്ന ലെവൽ വരെ ഉയർന്നതിന് ശേഷം അവിടെ നിന്നും സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്കിന് 500 രൂപയ്ക്കടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. 500 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഒരു പ്രാവശ്യം ഉയർന്നു. അതിനുശേഷം സ്റ്റോക്കിന് 750, 600 തുടങ്ങിയ റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നു. വീണ്ടും സ്റ്റോക്ക് 500 എന്ന സപ്പോർട്ടിൽ നിന്നും 560 എന്ന റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായതുകൊണ്ടും മൊണോപ്പൊളി ബിസിനസ് മോഡൽ ഉള്ളതുകൊണ്ടും HLE ഗ്ലാസ്കോട്ട് പോലുള്ള സ്റ്റോക്കുകളിൽ സ്റ്റാഗേർഡ് മാനറിൽ അക്യുമുലേഷൻ നടത്താവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജി ലിമിറ്റഡ്. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 54.44, ഡിവിഡൻഡ് ഈൽഡ് 0.62%. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 875 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന കമ്പനി നെക്സ്റ്റ് ജനറേഷൻ IT സർവീസ് ആൻഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. പ്രധാനമായും പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ്, ഡിജിറ്റൽ ബിസിനസ് സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി സർവീസ് തുടങ്ങിയ സർവീസുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ്, ഓട്ടോമേഷൻ, ക്ലൗഡ് മാനേജ്മെൻറ്റ്, അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് തുടങ്ങിയ പല ഫ്യൂച്ചറിസ്റ്റിക് അഡ്വാൻസ്ഡ് ടെക്നോളജിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുകയും എജൈൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റ മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സർവീസ്, പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ്, IT സെക്യൂരിറ്റി സർവീസ് തുടങ്ങിയ സർവീസുകൾ കമ്പനി ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60.2, ROE 28%, ROCE 27.4%. കമ്പനി ഡീസൻറ്റ് റവന്യൂ ഗ്രോത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നു. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ 387 കോടി രൂപയുടെ സെയിൽസും 23% ഓപ്പറേറ്റിംഗ് മാർജിനും 57 കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് റെക്കോർഡ് ചെയ്തത്. ഓരോ ക്വാർട്ടറിലെ റിസൾട്ടും പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലെ റിസൾട്ടിലും കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും ഉയരുന്നുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും 23%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിനും ഡീസൻറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 63%, 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 24%, ROE 36%-നടുത്ത്. 250 കോടി രൂപയുടെ കടമുണ്ട്. 641 കോടി രൂപയുടെ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിന് 53.2% സ്റ്റേക്ക് ഹോൾഡിംഗ്. ഇതിൽ 7%-ഓളം സ്റ്റേക്കുകൾ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജിൽ വെച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി കമ്പനിയുടെ പ്രൊമോട്ടറായ അശോക് സുത്ത
1% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും അശോക് സ്വത്ത് 40% മുകളിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഈ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. മൈൻഡ്രി പോലുള്ള വളരെ വലിയ IT കമ്പനികളെ വളർത്തിയെടുത്ത പരിചയമുള്ളതുകൊണ്ട് ഈ കമ്പനിയും ഫ്യൂച്ചറിൽ വളരെ വലിയ കമ്പനിയായി മാറാനുള്ള പോസിബിലിറ്റിയുണ്ട്. FISന് 4.5% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 1.26% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 38.6% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. 340 രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനി 1500 വരെ ഉയർന്നിരുന്നു. അതിനുശേഷം സ്റ്റോക്കിന് 750, 800 തുടങ്ങിയ സോണുകളിൽ സപ്പോർട്ട് ലഭിക്കുകയും സ്റ്റോക്ക് ഇപ്പോൾ 875 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. സ്വിംഗ് ട്രേഡ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 950 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് മറികടന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. മൂന്നാമത്തെ സ്റ്റോക്ക് കെസോൾസ് ഇന്ത്യ ലിമിറ്റഡ്. 1200 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെഗ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. സ്റ്റോക്ക് 1055 ട്രേഡ് ചെയ്യുന്നു. PE 46.29, ഡിവിഡൻഡ് ഈൽഡ് 2.23%. കെസോൾസ് എന്ന കമ്പനി 360 ഡിഗ്രി സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഇ-കൊമേഴ്സ്, ഫിനാൻസ്, ടെലികോം, ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിന് ആവശ്യമായ IT സൊല്യൂഷൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. റവന്യൂ ബ്രേക്കപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 97% റവന്യൂ സർവീസ് സെഗ്മെൻറ്റിൽ നിന്നാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. കെസോൾസ് എന്ന കമ്പനിയുടെ വാല്യൂഷൻ 46.4, ROE 128%, ROCE 171%, 2.24% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്ക് കൂടിയാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ 42%-ത്തിനടുത്ത്. ഓരോ വർഷം കഴിയുന്തോറും കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും വർദ്ധിച്ചു വരുന്നു. ഉയർന്ന രീതിയിലുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണാം. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 112%, പ്രോഫിറ്റ് ഗ്രോത്ത് 234%, ROE 120%-ത്തിനടുത്തു. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 11 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന് 58.94%, FISന് 1.75%, പബ്ലിക്കിന് 39.31% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. കെസോൾസ് എന്ന സ്റ്റോക്കും 2022 ഏപ്രിൽ മാസത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്കാണ്. 400 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും അതിനുശേഷം സ്റ്റോക്ക് 1400 രൂപ വരെ ഉയരുകയും ചെയ്തു. 1400 രൂപയിൽ നിന്നും സ്റ്റോക്കിന് 1055 സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കെസോൾസ് എന്ന സ്റ്റോക്കിലും സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേഷൻ നടത്താവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഫ്യൂച്ചറിസ്റ്റിക് സെഗ്മെൻറ്റിൽ എക്സ്പോസർ ഉള്ളതുകൊണ്ട് കമ്പനി ഒരു മിഡ് ക്യാപ് കമ്പനിയോ അല്ലെങ്കിൽ ലാർജ് ക്യാപ് കമ്പനിയോ ആയി വളർന്നേക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ ASM 4 കാറ്റഗറിയിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാകാം സ്റ്റോക്കിൽ അത്ര വലിയ ഹെവി ബൈയിങ്ങോ സെല്ലിങ്ങോ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് ഏകദേശം കൺസോൾട്ടേഷൻ ഫേസിലാണ്. കൺസോൾട്ടേഷൻ ഫേസിൽ വേണം നമ്മൾ ദീർഘകാലത്തേക്ക് സ്റ്റോക്കുകളെ അക്കുമുലേറ്റ് ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.